ഞങ്ങൾക്ക് എൻ്റെ അർജന്റീനയ്ക്ക് ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കാണണം. അപ്പം അതിന് വേണ്ടിയിട്ട് അപേക്ഷയ്ക്കാണ് ഗവൺമെൻറ്റിനോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഈ അടുത്ത് സോഷ്യൽ മീഡിയ മൊത്തം ഒന്നടങ്കമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച്. തീർച്ചയായും നിങ്ങൾക്ക് ഇതിന് മുമ്പായിട്ട് ഞാൻ റീസെൻ്റ്ലി അപ്ലോഡ് ചെയ്ത വീഡിയോൻ്റെ അകത്ത് അർജുൻ എന്താണ് സംഭവിച്ചത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടോട്ടൽ 10 പേരാണ് ആ ഒരു അപകടത്തിൽ പെട്ടത്. അതിൽ 5 ആൾക്കാർ ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു. പിന്നെ മറ്റ് 5 ആൾക്കാർ ടാങ്കർ ഡ്രൈവർമാരും അതേപോലെ ടാങ്കർ ലോറിയുടെയും പിന്നെ ഭാരത് ബെൻസ് എന്ന് പറയുന്ന ലോറി, ഏകദേശം 4 ലോറിയുടെ ഡ്രൈവർമാരായിരുന്നു ബാക്കി 5 പേര്. അതിൽ 7-8 ആൾക്കാർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ടിട്ട് അർജുൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്നും കൂടി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടി ജസ്റ്റ് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താം. അതായത് അർജുൻ എന്ന് പറയുന്ന വ്യക്തി അവർ ഭാരത് ബെൻസ് എന്ന് പറയുന്ന അവർ ലോറിൻ്റെ അകത്ത് ഉറങ്ങിയിട്ടുണ്ടാകാം എന്ന് നമ്മൾ ഊഹിച്ച് നമ്മൾ ഒരു എന്താ പറയുക നമ്മളൊരു ആഗ്രഹിച്ച് അർജുന് തിരിച്ച് ലൈഫിലേക്ക് കടന്നു വരണം എന്ന് ആഗ്രഹിച്ച് ചില ലക്ഷണങ്ങളൊക്കെ വെച്ച് അദ്ദേഹം ആ സഹോദരന് ജീവിച്ചിട്ടുണ്ട് എന്ന് ആ ഒരു സമയത്ത്, ഈ അപകടം നടന്ന സമയത്ത് തന്നെ നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം ഭാര്യ കോൾ ചെയ്തപ്പോൾ ഭാര്യ കോള് എടുത്തില്ല, അത് സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോണ്. പിന്നീട് 2ാമത്തെ ദിവസം കോൾ ചെയ്തപ്പോൾ റിംഗ് ആയിട്ടുണ്ട് എന്ന് ആ ഭാര്യ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു മനോഭാവത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ധൈര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഊഹാഭാവത്തിൽ തിരക്കിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 9-10 ദിവസം കഴിഞ്ഞു. ഇനി എന്താണ് അവസ്ഥ എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ആ ഒരു സമയത്ത് തുടങ്ങിയത് അല്ലെങ്കിൽ അർജുൻ അത്രയും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവാനുള്ള കാരണം അതായിരുന്നു. ഏതായാലും ഞാൻ ഇന്ന് ആ ഒരു വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ അതിനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിൻ്റെ ചില പാർട്സുകളൊക്കെ ലോറിയുടെ അടയാളങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നറിയാൻ വേണ്ടി കഴിഞ്ഞു. ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ്. ഇത് ചിലപ്പോൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഈ വീഡിയോ വൈകുന്നേരമാകാം അല്ലെങ്കിൽ പിറ്റേ ദിവസമാകാം, അങ്ങനെയൊക്കെ ആവും. ഏതായാലും ഇപ്പോൾ നിലവിലുള്ള അപ്ഡേഷൻ അതാണ്. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഉസ്താദന്മാർ മജ്ലിസുകൾ നടത്താറുണ്ട്, ആത്മീയമായ മജ്ലിസുകൾ നടത്താറുണ്ട്. ആത്മീയമായ മജ്ലിസുകളിൽ ആ സഹോദരന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്, ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടു കാണും. മദനി ഉസ്താദ് ആകട്ടെ, സഫ്വാൻ സഖാഫി ഫത്തപിരിയ ഉസ്താദ് ആവട്ടെ, അതേപോലെ ഹബീബ് തങ്ങൾ, അവരുടെ മുമ്പിൽ എന്തെങ്കിലും ഉസ്താദന്മാരുടെ അല്ലെങ്കിൽ ആ മജ്ലിസിന് മുമ്പിൽ യാതൊരു ഭിന്നഭിപ്രായം ഇല്ല എങ്കിൽ കൂടി പറയുകയാണ്, ഉസ്താദന്മാരുടെ ഭിന്നഭിപ്രായം ഉണ്ടെങ്കിൽ പോലും അവർ ദുആ ചെയ്തു എന്നുള്ളത് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഉസ്താദന്മാർ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉസ്താദന്മാർ മാത്രമല്ല എല്ലാ ആൾക്കാരും പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഉസ്താദന്മാരെ പ്രത്യേകിച്ചിട്ട് പറയാനുള്ള കാരണം, അവർ ആത്മീയമായ മജ്ലിസ് നടത്തുന്ന ആ ഒരു മജ്ലിസിൽ തന്നെ എല്ലാ ആൾക്കാരും മജ്ലിസ് നടത്തുന്ന മിക്ക ആൾക്കാരും തങ്ങന്മാർ പോലും സന്ദർശിക്കാൻ വേണ്ടി ആ വീട്ടിലേക്ക് പോയി എന്നുള്ളത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം സഹോദരങ്ങളെ. ഇവിടെ നമ്മൾ വെറുതെ മതത്തിനെ കുത്തിവെച്ച് എല്ലാവരും മതം എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിക്കുന്ന ഈ കാലത്ത് പോലും മുസ്ലിം സമുദായം നല്ലോണം ഹൈന്ദവരാവട്ടെ അല്ലെങ്കിൽ ആര് വേണമെങ്കിലും ആവട്ടെ നല്ല ഐക്യത്തോടു കൂടി മുമ്പോട്ട് പോകാനാണ് നോക്കുന്നത്. അപ്പം നമ്മൾ എല്ലാവരും ഐക്യത്തോടു കൂടി ഉണ്ടാകണം എന്നും കൂടി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മുഖാന്തരം ഞാൻ വന്നിട്ടുള്ളത്. ഏതായാലും ആ സഹോദരന്, അർജുൻ എന്ന് പറയുന്ന സഹോദരൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ആ അർജുനൻ്റെ ഉമ്മയും ഭാര്യ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർക്കിപ്പോൾ ധൈര്യം പോയി. അർജുന് തിരിച്ച് ലൈഫിലേക്ക് വരുമെന്നുള്ള ധൈര്യം അവർക്കിപ്പോൾ പോയിട്ടുണ്ട്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അർജുൻ എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞാൽ മതി എന്നാണ് അവരുടെ ഇപ്പോഴത്തെ വാക്കുകൾ. അപ്പോൾ ഏതായാലും പെട്ടെന്ന് തന്നെ അർജുന് നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്നൊരു വിഷയം കൂടി പറയാനുള്ളത് കർണാടക പോലീസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ്. ഒന്നും കൂടി പറയുകയാണ്. എൻ്റെ വോയിസ് ചെറുതായിട്ട് പോയിട്ടുണ്ട്, ജലദോഷം വന്നിട്ടാണ് വോയിസൊക്കെ ക്രാക്ക് ആയിട്ടുണ്ട്. ഏതായാലും ഇരിക്കട്ടെ, എല്ലാവരും പ്രത്യേകിച്ച് ദുആ ചെയ്യുക. ഏതായാലും
ആ കർണാടക പോലീസിനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടന്ന ആ സംഭവം നടന്ന ആ സമയത്ത് തന്നെ ആരും തന്നെ പെട്ടെന്ന് തന്നെ പ്രതികരിച്ചിട്ടില്ല. പിന്നെ കുറേ വിഷയങ്ങൾ കർണാടക പോലീസിനെ കുറിച്ചിട്ട് എല്ലാവരും താഴ്ത്തി പറയുന്നുണ്ട്. ഏതായാലും ഈ വിഷയം ആദ്യം സ്തംഭിക്കട്ടെ, പിന്നീട് അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളിലും അള്ളാഹു ഖൈർ നൽകി അനുഗ്രഹിച്ചു തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളും എനിക്ക് ദുആ ചെയ്യുക, ആ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക, ആ കുടുംബത്തിന് വേണ്ടി താങ്ങാനുള്ള ശക്തി നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർജുൻ എന്ന് പറയുന്ന സഹോദര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരനാണ്. ആ സഹോദരന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. വലിയ വേദനയിലാണ്, വലിയ പ്രയാസത്തിലാണ്. വാഹനം നിർത്തിയതാണ്. അതിൻ്റെ മുകളിലേക്ക് വലിയ മണ്ണിടിഞ്ഞ് വീണ് 4-5 ദിവസമായി ആ വാഹനത്തിൻ്റെ ഉള്ളിൽ അർജുൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജീവനോടെയുണ്ടോ, അതല്ല മരണം സംഭവിച്ചിട്ടുണ്ടോ, ഒന്നും അറിയാതെ വലിയ പ്രയാസത്തിലാണ്, വലിയ വേദനയിലാണ്, വലിയ വിഷമത്തിലാണ്. അല്ലാഹുവേ പരിഹാരം നൽകണേ അല്ലാ. ആ കുടുംബത്തിൻ്റെ വേദനക്ക് നീ പരിഹാരം നൽകണേ റഹ്മാനെ. എത്രയും പെട്ടെന്ന് അതിനൊരു പരിഹാരം റബ്ബായ നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് മണ്ണിടിച്ചിലിൽ കാണാതെയായ അർജുൻ എന്ന കൂട്ടുകാരനെ കുറിച്ചിട്ടുള്ള വിവരം പടച്ചവറപ്പേ ഒരു ആപത്തും കൂടാതെ നീ എത്തിക്കണേ അല്ലാ, നീ എത്തിക്കണേ അല്ലാ. ആ രക്ഷാപ്രവർത്തനം നീ വിജയിപ്പിക്കണേ അല്ലാ. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നിന്റെ കാവല് കൊടുക്കണേ റബ്ബേ. നിങ്ങളുടെ കേരളക്കാരനായ ഒരു മലയാളി അർജുൻ, ആ അർജുൻ അതാ ലോറി ഡ്രൈവറാണ്. ആ അർജുനിന് എത്ര ആലിമീങ്ങളാ ദുആ ചെയ്തത്, എത്ര പ്രഭാഷകന്മാരാ ദുആ ചെയ്തത്, പ്രാർത്ഥിച്ചത്. അർജുനിനെ ജീവനോടെ തിരിച്ചെത്തിക്കണേ അല്ലാ. എങ്ങനെയാലും ഞങ്ങൾക്ക് എൻ്റെ അർജുനെങ്കിൽ ലാസ്റ്റ് ആയിട്ടെങ്കിലും എനിക്കൊന്ന് കാണണം. അപ്പം അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ് ഗവൺമെൻറ്റിനോട്.